നിയമാവലി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് റെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ പ്രവാസികളിലെ ഒട്ടുമുക്കാൽ നമുക്ക് വേണമെങ്കിൽ പറയാം 98% വ്യക്തികളും ഈ രാജ്യങ്ങളിലെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ 1 വർഷത്തെയോ 2 വർഷത്തെയോ ഒരു വർഷത്തെ കോൺട്രാക്ട് ആണ് സ്വാഭാവികമായിട്ടുള്ള ഒരു കോൺട്രാക്ട്സ്. അതുപോലെ തന്നെ നമ്മൾ കമേഴ്ഷ്യൽ സൈഡിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി വെയർ ഹൗസ് ആയിരിക്കാം, ഷോപ്പായിരിക്കാം, മറ്റെന്തുമായിരിക്കാം. അപ്പോൾ റെന്റ് സംബന്ധമായ ഒരു മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുത്ത ഒരു ചെക്കിന്റെ പീരീഡ് മാത്രമല്ല നമ്മുടെ കോൺട്രാക്ട് നിലനിൽക്കുന്നത്. അതായത് ആ ചെക്ക് കഴിഞ്ഞാല് നമ്മള് ആ സ്ഥലത്ത് വീണ്ടും താമസിക്കുന്നുണ്ടെങ്കിൽ 1 മാസം മുന്നേ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പീരീഡിന് മുന്നേ തന്നെ നമ്മൾ ആ കോൺട്രാക്ട് റിന്യൂ ചെയ്യണം. ഒന്ന്, ആ റിന്യൂ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഏതെങ്കിലും സമയത്ത് നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എൻ്റെ റെന്റ് കഴിഞ്ഞു എനിക്ക് വെക്കേറ്റ് ചെയ്യാം. അങ്ങനെയല്ല. നമ്മൾ റെന്റ് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുമ്പോൾ ഏത് സമയത്താണ് ഇൻ ബിറ്റ്വീനിലാണെങ്കിലും കോൺട്രാക്റ്റിൽ പറഞ്ഞ മാറ്റം 3 മാസം നോട്ടീസ് പീരീഡോ മറ്റോ കൊടുത്ത് നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലാൻഡ് ലോർഡിന്റെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നത് വെച്ചാല് ഈ ലാൻഡ് ലോഡിന് ഈ പ്രോപ്പർട്ടി റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ അവർ കുറച്ചു നാൾ വെയിറ്റ് ചെയ്ത് 3 മാസോ 6 മാസോ കുറച്ചു സമയം അവർ വെയിറ്റ് ചെയ്ത് മുനിസിപ്പാലിറ്റിനെ അറിയിച്ച് മുനിസിപ്പാലിറ്റി നമ്മുടെ വീട്ടിൽ വന്ന് ഡോറിന് ഒരു സ്റ്റിക്കർ ഇട്ട് ഒരു നോട്ടീസ് പീരീഡ് ഇട്ട് അതിനുശേഷം അവര് 1 മാസത്തിന് ശേഷം വീണ്ടും വന്ന് നമ്മുടെ വീട് ലാൻഡ് ലോഡിന്റെ സാന്നിധ്യത്തിൽ അവരുടെ ഒരു ലോയറുമായിട്ട് വന്ന് തുറന്ന് വീട്ടിലെ സാമഗ്രികളുടെ എല്ലാം ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അതിനുശേഷമാണ് ഇതിന്റെ മുഴുവനും മാറ്റുന്നത്. അപ്പൊ ആ ഒരു പീരീഡില് എന്നാണ് ലാൻഡ് ലോഡ് കേസ് കൊടുക്കുന്നത് ആ പീരീഡ് വരെയുള്ള റെന്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അത് 5 വർഷം വരെ ലാൻഡ് ലോഡിന് റൈറ്റ് ഉണ്ട് കേസ് കൊടുക്കാനായിട്ട്. താങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ടിനൊന്നല്ല കേസുകൾ വരുന്നത്. കാരണം ആ 1 വർഷത്തെ റെന്റോ അല്ലെങ്കിൽ ആ റിട്ടേൺ ചെക്കിന്റെ പീരീഡ് അല്ല, അതിനേക്കാൾ കൂടുതൽ വലിയൊരു എമൗണ്ടിനാണ് അവർക്ക് കേസ് വരുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികള്, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തികളാണ്. ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ വാടക നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതേമാതിരി തന്നെ വലിയൊരു ബാധ്യതയിൽ ചെന്നുപെടാതിരിക്കാൻ കുരുക്കിലായി നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാകാതിരിക്കണം. ഈ നിയമാവലിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.